നമുക്ക് പഠിക്കാനുള്ളത് ട്രിഗ്നോമെട്രിയാണ്. ട്രിഗ്നോമെട്രിയിലെ ബേസിക് ആയിട്ടുള്ള നമ്മൾ സ്കൂളിൽ പഠിച്ച റിസൾട്ടുകൾ മാത്രമേ പഠിക്കാനുള്ളൂ. 10ാം ക്ലാസ്സിൽ എല്ലാവരും ട്രിഗ്നോമെട്രി എന്താണെന്ന് പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ട്രിഗ്നോമെട്രിക്കകത്ത് നമുക്ക് മെയിനായിട്ട് ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്, ഒരു ട്രയാങ്കിൾ നമ്മളെപ്പോഴും ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ് നോക്കുന്നത്. അപ്പം ഇതാണ് റൈറ്റ് ആംഗിൾഡ്, സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന അതാണല്ലോ റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി. അപ്പം ഇത് നമ്മൾ എ, ഇത് നമ്മൾ ബി, ഇത് നമ്മൾ സി ഇങ്ങനെ എടുക്കുവാണെങ്കിൽ ആ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ ഈ റൈറ്റ് ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതിന് നമ്മൾ ഹൈപ്പോട്ടെന്യൂസ് എന്നാണ് പറയുന്നത്. ഹൈപ്പോട്ടെന്യൂസ് എന്നാണ് പറയുന്നത്. ഇനി ഒരു ആംഗിൾ ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ മൊത്തം ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രിയാണ് വരുന്നത്. അതുകൊണ്ട് ഈ 2 ആംഗിളും എന്തായാലും ആഡ് ചെയ്യും. ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് ബാക്കി 2 ആംഗിളും കൂടെ ആഡ് ചെയ്താലേ 90 വരുള്ളൂ. അപ്പോൾ രണ്ടും 90 കുറവായിരിക്കും. 2 ആംഗിളും കുറവായതുകൊണ്ട് നമ്മളതിനെ അക്യൂട്ട് ആംഗിൾ, 90 ഡിഗ്രി കുറവുള്ള ആംഗിളിനെ നമ്മൾ അക്യൂട്ട് ആംഗിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു അക്യൂട്ട് ആംഗിളിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് നമ്മൾ പറയുന്നത്. അപ്പം ഓർക്കേണ്ട കാര്യം, നമ്മൾ ഇതിപ്പം ടെക്സ്റ്റ് ബുക്കിലെ നോട്ട്ബുക്കിൽ തന്നെ അതേ ഫിഗർ വരയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് എയും ഇത് ബി ഇത് സിയും ആണെങ്കിൽ നമ്മുടെ റൈറ്റ് ആംഗിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളതിന് നമ്മൾ ഹൈപ്പോട്ടെന്യൂസ് എന്നാണ് പറയുന്നത്. ഹൈപ്പോട്ടെന്യൂസ് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഈ ആംഗിൾ എ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഈ ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് ഉള്ളതിനെ നമ്മൾ പെർപെൻഡിക്കുലർ എന്നാണ് പറയുന്നത്. ഓപ്പോസിറ്റ് ഉള്ളതിനെയാണ് നമ്മൾ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് നമ്മൾ ഏത് ആംഗിളാണോ എടുക്കുന്നത് ആ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതിനെ നമ്മൾ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നു. ആ ആംഗിൾ ഇൻക്ലൂഡ് ചെയ്യുന്ന സൈഡിനെ നമ്മൾ ബേസ് എന്നാണ് പറയുന്നത്. ബേസ്. അപ്പം നമ്മൾ ആദ്യം അറിയേണ്ട കാര്യം, ഒരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിളിൻ്റെ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്നതിന് നമ്മൾ ഹൈപ്പോട്ടെന്യൂസ് എന്ന് പറയുന്നു. പിന്നെ നമ്മൾ ഏത് ആംഗിളാണോ ഫിക്സ് ചെയ്യുന്നത് ആ ആംഗിളിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന, ഹൈപ്പോട്ടെന്യൂസ് അല്ലാത്ത ഇൻക്ലൂഡ് ചെയ്യുന്ന സൈഡിനെ നമ്മൾ ബേസ് എന്നും അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതിനെ നമ്മൾ പെർപെൻഡിക്കുലർ എന്നും പറയുന്നു. ഇനി ട്രിഗ്നോമെട്രിക്കൽ റേഷ്യോ എന്നാണ്. ഈ ട്രയാങ്കിളിൻ്റെ ലെങ്തുകൾ തമ്മിലുള്ള റേഷ്യോസാണ് ട്രിഗ്നോമെട്രിക് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ 3 സൈഡുകളുണ്ട്. അവ തമ്മിൽ നമുക്ക് മൊത്തം 6 റേഷ്യോസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ 3 സൈഡ്സിനെ വെച്ചിട്ട് നമുക്ക് ഒരു പർട്ടിക്കുലർ ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏതെങ്കിലും ഒരു, ഇപ്പോൾ എ നമ്മൾ റൈറ്റ് ആംഗിൾ അല്ലാത്ത അക്യൂട്ട് ആംഗിളിനാണ് നമ്മൾ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ എ വെച്ചിട്ടാണ് പറയുന്നതെങ്കിൽ ഇത് പെർപെൻഡിക്കുലർ, ഇത് ബേസും. ഇനി ഇതേ സെയിം ട്രയാങ്കിളിന് നമ്മൾ ഇത് സി, ഇത് ബി, ഇത് എ, നമ്മൾ ആംഗിൾ സി ആണ് പറയുന്നതെങ്കിലോ ഈ സെയിം ഷേപ്പല്ലേ എ ബി സി അതേ ഓർഡറിൽ തന്നെ എടുത്തു. പക്ഷെ നമ്മൾ ആംഗിൾ എടുക്കുന്ന ഇതാണ് എങ്കിൽ ഈ സിയുടെ ഓപ്പോസിറ്റ് വരുന്ന ഇതാണ് സിയുടെ പെർപെൻഡിക്കുലർ, ഇതാണ് സിയുടെ ബേസ് എന്ന് പറയുന്നത് ഇതായിരിക്കും. സിയെ ഇൻക്ലൂഡ്, ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് ഇത് ഹൈപ്പോട്ടെന്യൂസ് വരും. ഇത് ഹൈപ്പോട്ടെന്യൂസ്. സിയുടെ ഓപ്പോസിറ്റ് ഉള്ളതിനെ നമ്മൾ പെർപെൻഡിക്കുലർ എന്നും സിയെ ഇൻക്ലൂഡ് ചെയ്യുന്ന സൈഡിനെ നമ്മൾ ബേസ് എന്നും പറയും. അപ്പോൾ നമ്മൾ ആംഗിൾ മാറുന്നതനുസരിച്ച് പെർപെൻഡിക്കുലറും ബേസും മാറിക്കൊണ്ടിരിക്കും എന്നുള്ളത് ഓർക്കുക. നമ്മൾ ഏത് ആംഗിളാണോ എടുക്കുന്നത് ആ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതിനെ നമ്മൾ പെർപെൻഡിക്കുലർ എന്നും അതിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന ആ സൈഡിനെ നമ്മൾ ബേസ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് 6 ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ആണുള്ളത്. സൈന്, കൊസൈന്, ടാൻജൻറ്റ്, കോടാൻജൻറ്റ്, സീക്കൻറ്റ്, കൊസീക്കൻറ്റ്, ഇങ്ങനെ 6 റേഷ്യോസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ സൈനിന് പകരം SNI എന്നാണ് സൈനിന് പറയുന്നത്. അതിന് പകരം നമ്മൾ ഷോർട്ടായിട്ട് SIN, സൈൻ എന്നാണ് പറയുന്നത്. സൈൻ ഓഫ് ആംഗിൾ എ, ഇപ്പോൾ നമ്മൾ ഈ ട്രയാങ്കിൾ അനുസരിച്ചാണെങ്കിൽ സൈൻ ഓഫ് ആംഗിൾ എ എന്ന് പറയുന്നത്, സൈൻ എ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ബൈ ഹൈപ്പോട്ടെന്യൂസ് ആണ്. സൈനിൻ്റെ ഡെഫിനിഷൻ പെർപെൻഡിക്കുലർ ബൈ ഹൈപ്പോട്ടെന്യൂസ് എന്നാണ്. അപ്പോൾ ഇവിടുത്തെ അനുസരിച്ചാണെങ്കിൽ ആംഗിൾ എ ഇതാ, അതിൻ്റെ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് എന്താണ്? BC അല്ലേ? ഇതിൻ്റെ പെർപെൻഡിക്കുലർ BC ഡിവൈഡഡ് ബൈ AC, ഹൈപ്പോട്ടെന്യൂസ് AC ആണ്. ഇനി വരുന്നത് കൊസൈനാണ്. കൊസൈൻ നമ്മൾ കോസ് എന്നാണ് ഷോർട്ടായിട്ട് എടുക്കുന്നത്. കൊസൈൻ ഓഫ് എ അല്ലെങ്കിൽ കോസ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് ബേസ് ബൈ പെർപെൻഡിക്കുലർ. അപ്പോൾ ബേസ് എന്ന് പറയുന്നത് AB ബൈ BC.
അപ്പോൾ സൈൻ എന്ന് പറയുന്നത് ഈ ഫോർമുല കൃത്യമായിട്ട് അറിയണം, എങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഫോർമുല കാണാതെ പഠിച്ചേ പറ്റുള്ളൂ. സൈൻ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. കൊസൈൻ എന്ന് പറയുന്നത് ബേസ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇനി ടാൻജൻ്റ് ആണ് വരുന്നത്. ടാൻജൻറ്റ് നമ്മൾ ഷോർട്ടായിട്ട് ടാൻ എ എന്നാണ് കൊടുക്കുന്നത്. അത് പെർപെൻഡിക്കുലർ ബൈ ബേസാണ്. പെർപെൻഡിക്കുലർ ബൈ ബേസ് എന്ന് പറയുമ്പോൾ എയുടെ പെർപെൻഡിക്കുലർ ബി സി, ബേസ് എ ബി. അത് ആക്ച്വലി എന്ത് തന്നെയാണ്, നമ്മൾ സൈൻ എ ബൈ കോസ് എ ചെയ്ത് നോക്കിയേ. സൈൻ എ ബൈ കോസ് എ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? ബി സി ബൈ എ സി ഡിവൈഡഡ് ബൈ എ ബി. ഇവിടെ മാറിപ്പോയതാണ് ഇത്. എ ബി ബൈ എ സി ആണേ. ഹൈപ്പോട്ടന്യൂസ് അല്ലേ, ബേസ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഞാൻ ഇവിടെ എഴുതിയപ്പോൾ മാറിപ്പോയതാണ്. എ ബി ബൈ എ സി എന്ന് വരും. എ സിയും ക്യാൻസൽ ചെയ്തിട്ട് നമുക്കത് ബി സി ബൈ എ ബി എന്ന് കിട്ടും. അപ്പോൾ ആക്ച്വലി ടാൻ എ എന്ന് പറയുന്നത് സൈൻ എ ബൈ കോസ് എ. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഈ മൂന്നെണ്ണം അറിയാമെന്നുണ്ടെങ്കിൽ ബാക്കി മൂന്നെണ്ണം നമുക്ക് ഇതിൻ്റെ റെസിപ്രോക്കൽ വെച്ചിട്ട് പറയാൻ പറ്റും. അപ്പോൾ സൈന്, കൊസൈന്, ടാൻജൻറ്റ്, ഇത് മൂന്നുമാണ് കൃത്യമായിട്ട് അറിയേണ്ടത്. ഈ 3 ഫോർമുലാസ് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫോർമുലാസ് നമുക്ക് അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ. സൈൻ എന്ന് പറയുമ്പം പെർപെൻഡിക്കുലർ ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. കൊസൈൻ എന്ന് പറയുമ്പം ബേസ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇനി സൈൻ ബൈ കോസ് ആണ് ടാൻ. അപ്പോൾ അത് പെർപെൻഡിക്കുലർ ബൈ ബേസ് ആണ്. കാരണം രണ്ടിനും ഹൈപ്പോട്ടന്യൂസ് ഡിനോമിനേറ്റർ കോമൺ ആണ്, അത് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ അത് പെർപെൻഡിക്കുലർ ബൈ ബേസ് ആണ് ടാൻജൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് കോട്ട് ടാൻജൻ്റ് ആണ്. അതിന് നമ്മൾ കോട്ട് എന്നാണ് പറയുന്നത്. കോട്ട് ഓഫ് എ എന്ന് പറയുന്നത് ബേസ് ബൈ പെർപെൻഡിക്കുലറാണ്. ബേസ് ബൈ പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ എന്താ, അത് 1/tan എ ആണ്. ബേസ് ബൈ പെർപെൻഡിക്കുലറാണ്. അപ്പം സൈനും കോസും ടാനും പഠിച്ചാൽ കോട്ട് നമുക്ക് എന്താ 1/tan ആണ്. അപ്പം 1/tan എന്ന് പറയുമ്പോൾ അത് എ ബി ബൈ എ സി ആണ്. പിന്നെ വരുന്നത് സീക്കൻ്റ് ആണ്. സീക്കൻറ്റിന് നമ്മൾ സീക്ക് എ എന്നുള്ള നൊട്ടേഷനാണ് കൊടുക്കുന്നത്. അത് 1/cos എ ആണ്. സീക്ക് എന്ന് പറയുന്നത് 1/cos. അപ്പോൾ കോസ് എന്ന് പറയുന്നത് നമുക്കറിയാം ബേസ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഇത് ഹൈപ്പോട്ടന്യൂസ് ബൈ ബേസ് എന്ന് വരും. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു ആദ്യത്തെ 3 എണ്ണം ഉണ്ടെങ്കിൽ ബാക്കി 3 എണ്ണം നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ കോട്ട് നമുക്ക് പറഞ്ഞു, സീക്ക് പറഞ്ഞു. പിന്നെ വരുന്നത് കൊസീക്കാണ്. കൊസീക്ക് എ എന്ന് പറയുന്നത് 1/sin എ. അപ്പോൾ അതെന്ത് വരും? ഹൈപ്പോട്ടന്യൂസ് ബൈ പെർപെൻഡിക്കുലർ എന്ന് വരും. അപ്പോൾ ഈ 6 ഫോർമുലാസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നമുക്ക് ട്രിഗ്നോമെട്രിക് ആയിട്ട് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ 6 ഫോർമുലാസ് എന്ന് പറയുന്നത് സൈന്, കൊസൈന്, ടാൻജൻറ്റ്, കോട്ടൻറ്റ്, സീക്കൻറ്റ്, കൊസീക്കൻറ്റ്. ഈ 6 എണ്ണത്തിൻ്റെ ഫോർമുലയാണ്. അതിൽ തന്നെ ആദ്യത്തെ 3 എണ്ണം പഠിച്ചാൽ ബാക്കി 3 എണ്ണം നമുക്ക് കിട്ടും. കാരണം സൈനിൻ്റെ റെസിപ്രോക്കലാണ് കൊസീക്ക്, കോസിൻ്റെ റെസിപ്രോക്കലാണ് സീക്ക്, ടാൻ്റെ റെസിപ്രോക്കലാണ് കോട്ട്. അപ്പോൾ ഈ 6 ഫോർമുലാസ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ ഇനി നമുക്ക് പഠിക്കേണ്ടത് ഈ 6 ഫോർമുലാസ് പഠിച്ചു. പിന്നെയുള്ള റെസിപ്രോക്കൽ റിലേഷനാണ്. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു. സൈനയുടെ 1/cosീക്കാണ്. കോസ് എന്ന് പറയുന്നത് 1/സീക്കാണ്. ടാൻ എന്ന് പറയുന്നത് 1/കോട്ടാണ്. തിരിച്ച് നമ്മൾ പറഞ്ഞത്, നമ്മൾ കോട്ടെ എന്ന് പറയുന്നത് 1/tan എന്ന് പറഞ്ഞാൽ ടാൻ എന്ന് പറയുന്നത് 1/കോട്ടാണ്. സീക്ക് എന്ന് പറയുന്നത് 1/cos സമം കോസ് എന്ന് പറയുന്നത് 1/സീക്ക് ആയിരിക്കും. കൊസീക്ക് 1/sin എ ആയതുകൊണ്ട് സൈൻ എ എന്ന് പറയുന്നത് 1/cosec ആണ്. പിന്നെ നമ്മൾ പഠിച്ചത് ടാൻ എന്ന് പറയുന്നത്, അത് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, ടാൻ എ എന്ന് പറയുന്നത് സൈൻ എ ബൈ കോസ് എ ആണ്. ടാൻ എ എന്ന് പറയുന്നത് ടാൻ എ ഈസ് ഈക്വൽ ടു സൈൻ എ ബൈ കോസ് എ. സൈൻ എ ബൈ കോസ് എ. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, കോട്ട് എ എന്ന് പറയുന്നത് 1/tan ആയതുകൊണ്ട് അത് കോസ് എ ബൈ സൈൻ എ എന്ന് വരും. പിന്നെ ഉള്ളത് കുറച്ച് സ്ക്വയർ റിലേഷനുകളാണ്. അതും നമുക്ക് എപ്പോഴും ആവശ്യമുള്ള. ഈ ഫോർമുലാസ് എല്ലാം കാണാതെ പഠിക്കേണ്ടതാണ്. സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ എന്ന് പറയുന്നത് 1 ആയിരിക്കും. 1 + tan സ്ക്വയർ എ ഈക്വൽ ടു 1 ആയിരിക്കും. 1 + കോട്ട് സ്ക്വയർ എ അല്ല 1 + tan സ്ക്വയർ എ സീക്ക് സ്ക്വയർ എ. 1 + കോട്ട് സ്ക്വയർ എ എന്ന് പറയുന്നത് കൊസീക്ക് സ്ക്വയർ എ ആയിരിക്കും. അപ്പം സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ 1 ആണ്. 1 + tan സ്ക്വയർ സീക്ക് സ്ക്വയർ ആണ്. 1 + കോട്ട് സ്ക്വയർ കൊസീക്ക് സ്ക്വയർ ആണ്. അപ്പോൾ ഇത്രയും ബേസ് ചെയ്തിട്ടുള്ള ഫോർമുലാസ് നമുക്ക് ആദ്യം പറയാം. പിന്നെ ഈ ഫോർമുലാസ് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആദ്യം ചെയ്യാം. അതിനുശേഷം നമുക്ക് വാല്യൂസ്, നമുക്ക് മെയിനായിട്ട് ട്രിഗ്നോമെട്രിക്കകത്ത് വളരെ കുറച്ച് കാര്യമേ പഠിക്കാനുള്ളൂ. നമുക്ക് ഈ ഫോർമുലകളും പിന്നെ പഠിക്കാനുള്ളത് ഈ 0,
30, 45, 60, 90 ഈ 5 ആംഗിൾസിലെ നമ്മുടെ ഈ 6ൻ്റെ വാല്യൂസ് ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കുഞ്ഞു പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ if angle A is acute, in a right angled triangle, if angle A is acute and cot A equal to 4/3 and cot A equal to 4/3, find the remaining trigonometrical ratios. In a right angled triangle, if angle A is acute and cot A equal to 4/3, find the remaining trigonometrical ratios. In a right angled triangle, if angle A is acute and cot A equal to 4/3, find the remaining trigonometrical ratios. അപ്പോൾ നമുക്ക് കോട്ട് എ മാത്രമേ തന്നിട്ടുള്ളൂ, അതിൽ നിന്ന് ബാക്കിയുള്ളത് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കുക. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ വരച്ചാൽ ഇവിടെ തന്നിരിക്കുന്ന ആംഗിൾ എ. അപ്പോൾ ഈ ആംഗിൾ എ ആയിട്ട് എടുക്കുക. ഇത് റൈറ്റ് ആംഗിൾ, ഇത് സി. അപ്പോൾ ഇത് ഹൈപ്പോട്ടിന്യൂസ് ആണ്. എയുടെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്. അപ്പോൾ അതിന് നമ്മൾ പെർപെൻഡിക്കുലർ എന്ന് വിളിച്ചു. എയുടെ ബേസ് ഇതാണ്. ആംഗിൾ എ ഡിപ്പെൻഡ് ചെയ്ത് ബേസ്, പെർപെൻഡിക്കുലർ, ഹൈപ്പോട്ടിന്യൂസ് നമ്മൾ വിളിച്ചു. നമുക്കറിയാം അപ്പം ആദ്യം ഗിവൺ എന്ന് പറഞ്ഞത് ഗിവൺ കോട്ട് എ ഈക്വൽ ടു 4/3. എന്നിട്ട് ഈ ഫിഗർ ഒന്ന് വരയ്ക്കാം. നോട്ടിൽ ഫിഗർ വരയ്ക്കാം. വി നോ ദാറ്റ് കോട്ട് എയുടെ ഫോർമുല എന്താണ്? കോട്ട് എയുടെ ഫോർമുല നമുക്ക് ബേസ് ബൈ പെർപെൻഡിക്കുലർ അല്ലേ? കാരണം ടാൻ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ബൈ ബേസ് ആണ്. അപ്പോൾ ഇത് ബേസ് ബൈ പെർപെൻഡിക്കുലർ ആണ് അല്ലേ? ബേസ് ബൈ പെർപെൻഡിക്കുലർ ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 4/3 എന്ന് കിട്ടി അല്ലേ? ബേസ് ബൈ പെർപെൻഡിക്കുലർ ആണ് 4/3. അതുകൊണ്ട് നമുക്ക് ബേസും പെർപെൻഡിക്കുലറും തമ്മിലുള്ള റേഷ്യോ 4/3 ആയതുകൊണ്ട് നമുക്ക് ബേസ് ഈസ് ഈക്വൽ ടു 4x എന്നും പെർപെൻഡിക്കുലർ ഈസ് ഈക്വൽ ടു 3x എന്നും എടുക്കാമല്ലോ. കാരണം ബേസ് ബൈ പെർപെൻഡിക്കുലർ റേഷ്യോ ആണ് 4/3. Therefore, let base is equal to 4x and perpendicular equal to 3x. Let base is equal to 4x and perpendicular equal to 3x. റേഷ്യോ 4/3 ആകുമ്പോൾ നമുക്ക് അങ്ങനെ എടുക്കാം. അപ്പോൾ നമുക്ക് ബേസ് എന്ന് പറയുന്നത് എ ബി ഈക്വൽ ടു 4x, പെർപെൻഡിക്കുലർ ബി സി ഈക്വൽ ടു 3x. ഇനി പൈതഗോറസ് തിയറം ഓർമ്മയുണ്ടോ? സ്കൂളിൽ നമ്മളെപ്പോഴും പറയുന്നൊരു ഫോർമുലയല്ലേ പൈതഗോറസ് സിലബക്കകത്തും ഒക്കെ എപ്പോഴും പറയുന്നൊരു ഫോർമുലയാണ് പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം പറയുന്നത് എന്താ? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മറ്റ് രണ്ട് സൈഡുകളുടെ സ്ക്വയറുകൾ ആഡ് ചെയ്യുന്ന. അപ്പോൾ എ സി സ്ക്വയർ എന്ന് പറയുന്നത് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ആണ്. എ ബി സ്ക്വയർ എന്ന് പറയുമ്പം 4x ദ ഹോൾ സ്ക്വയർ, ബി സി സ്ക്വയർ എന്ന് പറയുമ്പം 3x ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഓർക്കേണ്ടത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് റൈറ്റ് ആംഗിളിൽ ട്രയാംഗിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് പൈതഗോറസ് തിയറമാണ്. പൈതഗോറസ് തിയറം പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ എന്നാണ്. അപ്പോൾ അത് 16x സ്ക്വയർ പ്ലസ് 9x സ്ക്വയർ എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു 25x സ്ക്വയർ. 25x സ്ക്വയർ ആയതുകൊണ്ട് എ സി എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 25x സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 5x എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഇത് 5x ആയിട്ട് കിട്ടി, ഇത് നമുക്ക് 3x ആയിട്ട് കിട്ടി, ഇത് നമുക്ക് 4x ആയിട്ട് കിട്ടി. ഇനി ബാക്കിയുള്ള ആംഗിൾസ് കണ്ടുപിടിക്കാൻ മേലെ. അപ്പോൾ നമ്മൾ ഹൈപ്പോട്ടന്യൂസ് കിട്ടി, പെർപെൻഡിക്കുലർ കിട്ടി, ബേസ് കിട്ടി. എല്ലാം ഇൻ ടേംസ് ഓഫ് എക്സ് ആണ് കിട്ടിയേക്കുന്നത്, അത് പ്രശ്നമില്ല. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ അല്ലേ? നമ്മൾ ചെയ്തത് എന്താ? കോട്ട് എ എന്ന് പറയുന്നതിൻ്റെ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്തു. കോട്ട് എ എന്ന് പറയുന്നത് ബേസ് ബൈ പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ 4/3 റേഷ്യോയിലാണ് ബേസും പെർപെൻഡിക്കുലറും കിടക്കുന്നത്. അതുകൊണ്ട് ബേസിന് നമുക്ക് 4x എന്നും പെർപെൻഡിക്കുലറിന് നമുക്ക് 3x എന്നും വിളിക്കാം. പിന്നെ നമ്മൾ ചെയ്തത് എന്താണ്? നമ്മൾ
ഹൈപ്പോട്ടനീസ് കണ്ടുപിടിക്കാൻ വേണ്ടി പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തു. അപ്പോൾ AC സ്ക്വയർ എന്ന് പറഞ്ഞാൽ AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ, അപ്പോൾ 25x സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? AC കിട്ടാൻ വേണ്ടി അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തു. അപ്പോൾ ഇത് വായിച്ചിട്ട് ബാക്കി നമുക്ക് ചെയ്യാം. അപ്പോൾ ബാക്കി ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എല്ലാം നമുക്ക് കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ റിമൈനിങ് ട്രിഗ്നോമെട്രിക് റേഷ്യോ എന്നല്ല തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സൈൻ എഴുതാം. സൈൻ A എന്ന് പറയുന്നതിൻ്റെ ഫോർമുല എന്താണ്? നമ്മളെപ്പോഴും ഫോർമുല എഴുതണം പെർപെൻഡിക്കുലർ ബൈ ഹൈപ്പോട്ടനീസ് എന്നാണ്, അല്ലേ? സൈൻ A എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ബൈ ഹൈപ്പോട്ടനീസ് ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു പെർപെൻഡിക്കുലർ 3x, ഹൈപ്പോട്ടനീസ് 5x. സോ ദിസ് ഈസ് ഈക്വൽ ടു 3/5. അടുത്തത് കോസ് A ആണ്. കോസ് A എന്ന് പറയുന്നത് ബേസ് ബൈ ഹൈപ്പോട്ടനീസ് ആണ്. ബേസ് ബൈ ഹൈപ്പോട്ടനീസ് ആണ്. അപ്പോൾ കോസ് A ബേസ് ബൈ ഹൈപ്പോട്ടനീസ് എന്ന് പറയുമ്പോഴത്തേക്കും ബേസ് 4x, ഹൈപ്പോട്ടനീസ് 5x. അപ്പോൾ നമുക്കത് 4/5 എന്ന് കിട്ടി. ഇത്രയും കിട്ടി. കോട്ട് കിട്ടി. കോട്ട് അറിയാവുന്നതുകൊണ്ട് നമുക്ക് ടാൻ A എന്ന് പറയുന്നത് എന്താ? 1/cot A ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 3/4. കാരണം 4/3 റെസിപ്രോക്കൽ അല്ലേ. 1/cot A എന്ന് പറയുമ്പോൾ 1/ ഒരു സ്റ്റെപ്പ് ഞാൻ പെട്ടെന്ന് ചെയ്തതാണ്. 1/4/3 എന്ന് വരും. 1/4/3 എന്ന് പറയുന്നത് 3/4 ആണ്. അപ്പോൾ ടാൻ A കിട്ടി. ഇനി സൈൻ കിട്ടി, കോസ് കിട്ടി, ടാൻ കിട്ടി, കോട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഇനി വേണ്ടത് സീക്ക് A. സീക്ക് എന്ന് പറയുന്നത് എന്താ? 1/cos A ആണ്. അപ്പോൾ കോസ് A എന്ന് പറയുന്നത് 4/5. 1/4/5 വിച്ച് ഈസ് ഈക്വൽ ടു 5/4. ഇനി ലാസ്റ്റ് നമുക്ക് കൊസീക്ക് A. കൊസീക്ക് എന്ന് പറയുന്നത് 1/sin A വിച്ച് ഈസ് ഈക്വൽ ടു 1/3/5 ഈക്വൽ ടു 5/3. അപ്പോൾ ഇനി നമ്മൾ ചെയ്ത് ശരിയാണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഈ സ്ക്വയറുകളൊന്ന് ആഡ് ചെയ്ത് നോക്കിയേ. സൈൻ സ്ക്വയറും കോസ് സ്ക്വയറും കൂടെ ആഡ് ചെയ്യുമ്പോൾ 3² + 4² / 5². അപ്പോൾ 3² + 4² 5² ആണ്. അപ്പോൾ നമുക്കത് 1 കിട്ടി. 1 + tan സ്ക്വയർ ചെയ്യുമ്പം 16 + 9 അല്ലേ 1 + 16 + 9 അപ്പോൾ 25/16 വരും. 25/16 എന്ന് പറയുന്നത് sec² അല്ലേ നോക്കിയേ. 1 + tan സ്ക്വയർ sec² കിട്ടും. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ നോക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ശ്രദ്ധിച്ചങ്ങ് ചെയ്താൽ മതി. അപ്പോൾ ആൻസർ കിട്ടിക്കോളും. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഗിവൺ cos A is equal to 5/13. Given cos A equal to 5/13. Evaluate sin A minus cot A divided by 2 tan A. Given cos A equal to 5/13. Evaluate sin A minus cot A divided by 2 tan A. അപ്പം നമുക്ക് കോസ് A തന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് പല രീതിയിൽ ചെയ്യാൻ പറ്റും. കോസ് A കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഞാൻ 2 പ്രോബ്ലം 2 രീതി തൊട്ട് മുന്നിൽ ചെയ്ത രീതി തന്നെ ചെയ്യാം കേട്ടോ, ഒരു പ്രശ്നവും ഇല്ല. അപ്പം ഞാൻ 2 പ്രോബ്ലം 2 രീതി ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഫോളോ ചെയ്യാം. അപ്പം കോസ് A ഉള്ളത് കൊണ്ട് നമുക്കറിയാം സൈൻ സ്ക്വയർ A + കോസ് സ്ക്വയർ A എന്ന് പറയുന്നത് എന്താ? 1. അപ്പം നമുക്ക് സൈൻ സ്ക്വയർ A എന്ന് പറയുന്നത് 1 - കോസ് സ്ക്വയർ A ആയിരിക്കുകയല്ലേ. സൈൻ സ്ക്വയർ + കോസ് സ്ക്വയർ 1 ആയതുകൊണ്ട് സൈൻ സ്ക്വയർ A എന്ന് പറയുന്നത് 1 - കോസ് സ്ക്വയർ A. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 - 25/13². 169 അല്ലേ, 13². അപ്പോൾ നമുക്ക് 169 LC എടുക്കുവാണെങ്കിൽ 169 - 25 ഡിവൈഡഡ് ബൈ 169 വരും. 169 നിന്ന് 25 കുറച്ച് കഴിയുമ്പം 144/169. അപ്പോൾ നമുക്ക് സൈൻ A എന്ന് പറയുന്നത് √= 144/169. അപ്പോൾ 144ൻ്റെ നമുക്കറിയാം 12² ആണ്. 169 13². അപ്പോൾ അത് 12/13 വരും. അപ്പോൾ നമുക്ക് സൈൻ A എന്ന് പറയുന്നത് 12/13. സൈൻ സ്ക്വയർ 144/169 കിട്ടിയത് കൊണ്ട് സൈൻ A ഈക്വൽ ടു 12/13 കിട്ടി. ഇത്രയും ക്ലിയർ ആണോ? അപ്പം കോസ് A ആണ് തന്നിരുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ട്രയാങ്കിൾ വെച്ചിട്ട് ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്തതനുസരിച്ചാണെങ്കിൽ ഇതിന് നമ്മൾ A, ഇതിന് നമ്മൾ B, ഇത് നമ്മൾ C എടുത്താൽ കോസ് A എന്ന് പറയുന്നത്
ഹൈപ്പോട്ടനീസ്. അപ്പോൾ ഇത് 13x, കോസ് ബേസ് ആണ്. അപ്പോൾ ഇത് 5x. അപ്പോൾ ഇത് 5x ഇത് 13x വെച്ചിട്ട് ബാക്കി ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സൈനയൊക്കെ ആ ഫോമുല വെച്ചിട്ട് ചെയ്യാം. സൈന എന്ന് പറയുന്നത് ദിസ് സൈഡ് ബൈ ദിസ് സൈഡാണ്. അപ്പോൾ ഈ 13x 5x ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് 13x ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 5x² പ്ലസ് ഈ സൈഡാണ്. അപ്പോൾ ഈ സൈഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം AC² എന്ന് പറയുന്നത് AB² പ്ലസ് BC² ആണല്ലോ. അപ്പോൾ ആ ഫോമുല വെച്ചിട്ട് BC² ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഞാൻ വേറൊരു രീതി, 2 പ്രോബ്ലം 2 രീതി ചെയ്തെന്നുള്ളതേ ഉള്ളൂ. sin² പ്ലസ് cos² 1 ആയതുകൊണ്ട് sin² നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് വേണം? സൈൻ കിട്ടി. ഇനി നമുക്ക് ടാൻ വേണം, കോട്ടും വേണം. അപ്പം സൈനും കോസും ഉണ്ടെങ്കിൽ ടാൻ എന്ന് പറയുന്നത് എന്താ? സൈൻ ബൈ കോസ് ആണല്ലോ. അപ്പം നമുക്കിനി ഇത്ര മായ്ച്ചിട്ട് ബാക്കി ചെയ്യാവേ. അപ്പം sin A നമ്മൾ കണ്ടുപിടിച്ച് നമുക്ക് ഇങ്ങോട്ട് എഴുതി, ഞാൻ നിങ്ങൾ മായ്ച്ചതുകൊണ്ട് എഴുതി എന്നുള്ളതേ ഉള്ളൂ, നിങ്ങൾ എഴുതണ്ട. സോ sin A നമുക്ക് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് tan A ആണ്. tan A എന്ന് പറയുന്നത് sin A ബൈ cos A. അപ്പോൾ ഈ ഫോമുലാസ് അറിയാമെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഫോമുല നമുക്ക് കാണാതെ പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ sin A ബൈ cos A. സൈൻ എന്ന് പറയുന്നത് 12/13, കോസ് എന്ന് പറയുന്നത് 5/13. അപ്പം നമുക്ക് എങ്ങനെയാണ് വരുന്നത്? 12/13 ഇൻറ്റു 13/5 ഡിവൈഡഡ് ബൈ ഒരു നമ്പർ എന്ന് പറയുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 13 13 ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് 12/5 എന്ന് കിട്ടി. അപ്പം ടാൻ എ എന്ന് പറയുന്നത് സൈൻ ബൈ കോസ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 12/5 കിട്ടി. ഇനി നമുക്ക് വേണ്ടത് സൈൻ കിട്ടി, ടാൻ കിട്ടി. ഇനി വേണ്ടത് കോട്ട് എ ആണ്. ടാൻ കിട്ടിക്കഴിഞ്ഞാൽ കോട്ട് എന്ന് പറയുന്നത് എന്താണ്? 1/tan A ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 5/12. അപ്പം നമുക്ക് സൈൻ കിട്ടി, ടാൻ കിട്ടി, കോട്ടും കിട്ടി. Therefore, sin A minus cot A divided by 2 tan A is equal to sin A എന്ന് പറയുന്നത് 12/13 മൈനസ് കോട്ട് A എന്ന് പറയുന്നത് 5/12 ഡിവൈഡഡ് ബൈ 2 tan A. 2 ഇൻറ്റു tan A എന്ന് പറയുമ്പം 12/5. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ ആൻസർ കിട്ടും. അപ്പം നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്യണം. അപ്പം ന്യൂമറേറ്ററിൽ നമ്മൾ LC എടുക്കണം, ഡിനോമിനേറ്ററിൽ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ദിസ് ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു 12 മൈനസ് 5 ഇൻറ്റു 13 ഡിവൈഡഡ് ബൈ 13 ഇൻറ്റു 12. ഇതാണ് ന്യൂമറേറ്റർ വരുന്നത്. ന്യൂമറേറ്റർ നമ്മൾ 12 ഇൻറ്റു 13 LC എടുക്കുമ്പം ഈ 12 ഇൻറ്റു 12 മൈനസ് 5 ഇൻറ്റു 13. ഇനി ഡിനോമിനേറ്റർ 2 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ 24/5 എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 144 മൈനസ് 5 ഇൻറ്റു 13 എന്ന് പറയുന്നത് 65 ആണ്, ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 13 ഡിവൈഡഡ് ബൈ 24/5 എന്ന് വരും. അപ്പം നമുക്ക് 144 മൈനസ് 65. അപ്പം നമ്മൾ 4ൽ നിന്ന് 5 കുറച്ചാൽ 9, 13 നിന്ന് 6 കുറച്ചാൽ 79. 79/12 ഇൻറ്റു 30 ഹോൾ ഡിവൈഡഡ് ബൈ 24/5 ആണ്. അപ്പം നമുക്കതിനെ 5 ഇൻറ്റു 24 എന്ന് എടുക്കാമല്ലോ. ദിസ് ടേം ഡിവൈഡഡ് ബൈ 24/5 ആണ്. അപ്പം നമുക്ക് 24/5നെ നമുക്ക് 5 ഇൻറ്റു 24 എന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഇവിടെ നമുക്ക് ഡിവൈഡ് ചെയ്ത് കളയാനായിട്ട് കോമൺ ടേമുകളൊന്നുമില്ല. അപ്പോൾ 79 ഇൻറ്റു 5 അത് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നമുക്ക് 395 വരും. 12 ഇൻറ്റു 13 ഇൻറ്റു 24 ചെയ്യുമ്പോൾ 3744. കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് 395 ഡിവൈഡ് ബൈ 3744 എന്ന് ആൻസർ കിട്ടും. തേർഡ് ക്വസ്റ്റ്യൻ, സീക്ക് A is equal to 29/21. Evaluate CK equal to 29/21. Evaluate sin A minus 1/tan A. Evaluate sin A minus 1/tan A. അപ്പോൾ സീക്ക് A തന്നിട്ടുണ്ട്. സൈനും ടാനും കണ്ടുപിടിച്ചിട്ട് നമുക്ക് sin A മൈനസ് 1/tan A ചെയ്യണം. അപ്പോൾ നമുക്ക് സി കെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ എന്താണ്? കോസ് എ എന്ന് പറയുന്നത് 1/CK ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 29/21 ഡിവൈഡ് ബൈ 29 ഡിവൈഡ് ബൈ 21 ഈക്വൽ ടു 21/29 കിട്ടും.
Therefore, sin square a equal to 1 minus cos square a. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെ. സൈൻ സ്ക്വയർ എ എന്ന് പറയുന്നത് 1 മൈനസ് അല്ലെങ്കിൽ സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ 1 ആയതുകൊണ്ട് സൈൻ സ്ക്വയർ എന്ന് പറയുന്നത് 1 മൈനസ് കോസ് സ്ക്വയർ ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 21/29 സ്ക്വയർ എന്ന് വരും. 29 സ്ക്വയർ 841 ആണ്. 21 സ്ക്വയർ 441 ഡിവൈഡഡ് ബൈ 841. അപ്പം 400 ഡിവൈഡഡ് ബൈ 841 വരും. Therefore, sin A is equal to 400 എന്ന് പറയുന്നത് 20യുടെ സ്ക്വയർ, 841 എന്ന് പറയുന്നത് 29ൻ്റെ സ്ക്വയർ. അപ്പോൾ അത് 20/29 കിട്ടി. സൈൻ കിട്ടിക്കഴിഞ്ഞാൽ ടാൻ കാണാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, കാരണം സൈനും ഉണ്ട് കോസും ഉണ്ട്. സൈൻ എ ബൈ കോസ് എ, ടാൻ എ എന്ന് പറയുന്നത് സൈൻ എ ബൈ കോസ് എ ആണ്. സൈൻ 20/29, കോസ് 21/29. 29 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 20/21 എന്ന് കിട്ടി. Therefore, sin A minus 1/tan A is equal to sin A minus 1/tan A is equal to sin A എന്ന് പറയുന്നത് 20/29 മൈനസ് 1/tan A, 1 divided by 20/21. This is equal to 20/29 മൈനസ് ഇതിൻ്റെ റെസിപ്രോക്കൽ വരും 21/20 എന്ന് വരും. അത് സിംപ്ലിഫൈ ചെയ്യുമ്പം ആൻസർ ആകും. ഇനി നമുക്ക് എൽ സി എടുക്കണം. 29 × 20 വരും. 29 × 20, ഇവിടെ 20 × 20 400 മൈനസ് 29 × 21. എൽ സി എടുത്താണ്. 20 × 20 400 മൈനസ് 21 × 29 ഡിവൈഡഡ് ബൈ 29 × 20. So this is equal to 400 minus 29 × 21. കാൽക്കുലേറ്റർ ചെയ്താൽ മതി. 609 ഡിവൈഡഡ് ബൈ 29 × 20 എന്ന് പറയുമ്പോൾ 580. അപ്പം നമ്മൾ -209 ഡിവൈഡഡ് ബൈ 580 എന്ന് വരും ആൻസർ. Fourth question. If tan theta plus cot theta, if tan theta plus cot theta is equal to 2, find the value of, if tan theta plus cot theta equal to 2, find the value of tan square theta plus cot square theta. If tan theta plus cot theta equal to 2, find the value of tan square theta plus cot square theta. ശരിക്കും വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. അപ്പം ടാൻ തീറ്റ പ്ലസ് കോട്ട് തീറ്റ ദ ഹോൾ സ്ക്വയർ ഒന്ന് നോക്കിയേ. ടാൻ തീറ്റ പ്ലസ് കോട്ട് തീറ്റ ഈക്വൽ ടു 2. അപ്പോൾ ആദ്യം അത് എഴുതാം. ഗിവൺ ദാറ്റ്, ആൻസർ എഴുതിക്കാം. ഗിവൺ ദാറ്റ് ടാൻ തീറ്റ പ്ലസ് കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു 2. സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡും സ്ക്വയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സ്ക്വയറിങ് ബോത്ത് സൈഡ്സ് ടാൻ തീറ്റ പ്ലസ് കോട്ട് തീറ്റ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2 സ്ക്വയർ എന്ന് വരും. അപ്പോൾ നമ്മൾ a + b ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 2 ടാൻ തീറ്റ കോട്ട് തീറ്റ പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 2 സ്ക്വയർ 4 ആണ്. അപ്പം ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 2 ടാൻ തീറ്റ കോട്ട് തീറ്റ പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 4 എന്ന് വരും. ഇനി ടാൻ സ്ക്വയർ തീറ്റ, ടാൻ തീറ്റയും കോട്ട് തീറ്റയും നമുക്കറിയാം. ടാൻ തീറ്റയും കോട്ട് തീറ്റയും കൂടെ നമുക്ക് കോട്ട് തീറ്റയെ 1/tan എന്ന് എഴുതാമല്ലോ. സോ ദിസ് ഈസ് ഇംപ്ലൈസ് ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 2 ടാൻ തീറ്റ ഇൻറ്റു 1/tan തീറ്റ ഫോമിലല്ലേ വരുന്നത് കോട്ട് തീറ്റ പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 4 വരും. അപ്പോൾ നമുക്ക് ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 2 ടാൻ തീറ്റയും പോകുമ്പോൾ പ്ലസ് 2 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 4 എന്ന് വരും. ഇംപ്ലൈസ് ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 4 - 2. പ്ലസ് 2നെ അപ്പുറത്തെ സൈഡിലോട്ട് പോകുമ്പോൾ -2. സോ ദിസ് ഈസ് ഈക്വൽ ടു 2. ഇതായിരുന്നു നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചിരുന്നത്. അപ്പം നമുക്ക് ഒരു 4 ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് കൊണ്ട് തരാം. 5th ക്വസ്റ്റ്യൻ, ഇനി ഉള്ളത് ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. 5th ക്വസ്റ്റ്യൻ.
given 4 cot A equal to 3. Given 4 cot A equal to 3, find sin A, sec A, third one cosec square, third one cosec square A minus cot square A. അപ്പം സൈൻ എ സീക്ക് എ കൊസീക് സ്ക്വയർ മൈനസ് കോട്ട് സ്ക്വയർ എ. അപ്പം കോട്ട് എ 4 കോട്ട് എ ഈക്വൽ ടു 3 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഫൈൻഡ് സൈൻ എ സീക്ക് എ കൊസീക് സ്ക്വയർ എ മൈനസ് കോട്ട് സ്ക്വയർ എ. അപ്പം കോട്ട് എ നമുക്ക് അതിൽ നിന്ന് കിട്ടിയാലേ 4 കോട്ട് എ ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ കോട്ട് എ 3/4 ആണ്. കോട്ട് എ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഇത് കണ്ടുപിടിക്കാൻ പറ്റും. കോട്ടയിൽ നിന്ന് നമുക്ക് ടാൻ കിട്ടും. പിന്നെ നമുക്ക് ഒന്നെങ്കിൽ നമ്മൾ സൈഡ് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ കോട്ട് സ്ക്വയർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം 1 + കോട്ട് സ്ക്വയർ കൊസീക് സ്ക്വയർ ആണ്, അതിൽ നിന്ന് കൊസീക് സ്ക്വയർ കിട്ടും. അങ്ങനെ ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വാല്യൂസ് കൊസീക്ക് കിട്ടിക്കഴിഞ്ഞാൽ സൈൻ കാണാം. അപ്പം നമ്മുടെ ഇഷ്ടമാണ്. ഒന്നെങ്കിൽ ചെയ്യാവുന്ന മെത്തേഡ് ഇങ്ങനെ എടുക്കുക. അപ്പം ഇതാണ് നമ്മുടെ ആംഗിൾ എങ്കിൽ ഇത് പെർപെൻഡിക്കുലർ, ഇത് ബേസ്, ഇത് ബി, ഇത് സി, ഇത് എ. കോട്ട് എന്ന് പറയുന്നത് ബേസ് ബൈ പെർപെൻഡിക്കുലർ. അപ്പം ബേസ് നമുക്ക് 3x, ഇത് 4x. അങ്ങനെ ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ഇത് 5x നമുക്ക് ഹൈപ്പോട്ടന്യൂസിൻ്റെ ഫോർമുല വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ഫോളോ ചെയ്യാം. 6th ക്വസ്റ്റ്യൻ. ഗിവൺ cos A is equal to 0.6. Given cos A equal to 0.6. Find all other trigonometrical ratios. Find all other trigonometrical ratios. Find all other trigonometrical ratios for angle A. For angle A. അപ്പം കോസ് തന്നിട്ടുണ്ട്, ബാക്കി 5 എണ്ണം ചോദിച്ചിട്ടുണ്ട്. അപ്പം കോസിൽ നിന്ന് നമുക്ക് സൈൻ കണ്ടുപിടിക്കാൻ പറ്റും. 1 + കോസ് സ്ക്വയർ ആണ്, അല്ല 1 സൈൻ സ്ക്വയർ + കോസ് സ്ക്വയർ 1 ആയതുകൊണ്ട് കോസ് സ്ക്വയർ എന്ന് പറയുന്നത് 1 - സൈൻ സ്ക്വയർ. അപ്പോൾ സൈൻ സ്ക്വയർ കിട്ടാൻ വേണ്ടി 1 - കോസ് സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ ഈ 0.6 ഇട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് 0.6നെ 6/10 എടുക്കാം. അതെന്ന് പറയുന്നത് എന്താ 3/5. ഇങ്ങനെ ചെയ്യാൻ എളുപ്പമായിരിക്കും കുറച്ചും കൂടെ. അപ്പം 0.6 ഇട്ട് ചെയ്തതിലും പ്രശ്നമൊന്നുമില്ല, കാൽക്കുലേറ്റർ ചെയ്താൽ മതി. അല്ല എങ്കിൽ 6/10 = 3/5 എടുക്കാം. അപ്പം കോസേ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. കോസയിൽ നിന്ന് നമുക്ക് സൈനും കോസും ഉണ്ടെങ്കിൽ ബാക്കി റേഷ്യോസ് എല്ലാം കിട്ടും. 7th one. In a right angle triangle, it is given that A is an acute angle. In a right angle triangle, it is given that A is an acute angle and tan A is equal to 5/12. A is an acute angle and tan A equal to 5/12. Find the values of cos A, sin A, cos A plus sin A divided by cos A minus sin A. In a right angle triangle, it is given that A is an acute angle and tan A equal to 5/12. Find the values of cos A, sin A and cos A plus sin A divided by cos A minus sin A. അപ്പോൾ നമുക്ക് ആക്ച്വലി കോസും സൈനും കിട്ടിയാൽ ബാക്കിയുള്ളത് കിട്ടും. അപ്പം ടാൻ തന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഫിഗർ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം. കാരണം നമുക്ക് ടാൻ കിട്ടിക്കഴിഞ്ഞാൽ ടാൻ എന്ന് പറയുന്നത് ഇത് എ ആണെങ്കിൽ പെർപെൻഡിക്കുലർ, ബേസ്, ഹൈപ്പോട്ടന്യൂസ്. ടാൻ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ബൈ ബേസാണ്. അപ്പോൾ ഇത് നമുക്ക് 5x എന്നും ഇത് നമുക്ക് 12x എന്നും എടുക്കാം. അപ്പോൾ ഈ സൈഡ് കിട്ടാൻ വേണ്ടി ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു പെർപെൻഡിക്കുലർ സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്ത് നമുക്ക് ഹൈപ്പോട്ടന്യൂസ് കിട്ടും. ഹൈപ്പോട്ടന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കോസും സൈനും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. 8th question. Given sin A is equal to 3/5. Sin A 3/5. Find tan A and cos A. Tan A and cos A.
സൈൻ എ ഈക്വൽ ടു 3/5 ഫൈൻ ടാൻ എ ആൻഡ് കോസ് എ. അപ്പോൾ സൈൻ ഉണ്ടെങ്കിൽ നമുക്ക് സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ ഈക്വൽ ടു 1 നിന്ന് കോസ് കിട്ടും. കോസ് സൈൻ ഉണ്ടെങ്കിൽ ടാൻ സൈൻ ബൈ കോസ് എന്നുള്ള ഫോമിലേക്ക് അന്ന് കിട്ടും. അല്ലെങ്കിൽ ബേസ് നമ്മൾ ഫിഗർ വരച്ചിട്ട് ചെയ്യുക. അങ്ങനെ ചെയ്താലും ഒരുപോലാണ്. 9th question. Given tan A equal to 4/3. Given tan A equal to 4/3. Find cosec A by cot A minus sec A. Tan A equal to 4/3. Find cosec A by cot A minus sec A. Find cosec A by cot A minus sec A. Tan A equal to 4/3. Cosec A divided by cot A minus sec A. അപ്പം ഇത് ടാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഫിഗർ വെച്ചിട്ട് സൈനും കോസും കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ 1 + tan സ്ക്വയർ ഈക്വൽ ടു സീക്ക് സ്ക്വയർ ഫോർമുല വെച്ചിട്ട് സീക്ക് കണ്ടുപിടിക്കാം. സീക്ക് കിട്ടിയാൽ നമുക്ക് സീക്ക് കിട്ടിക്കഴിയുമ്പം കോസ് പറയാം. കോസും ടാനും ഉണ്ടെങ്കിൽ സൈൻ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് കണ്ടുപിടിക്കും. പിന്നെ ടാൻ ഉള്ളതുകൊണ്ട് കോട്ട് കിട്ടാൻ വേണ്ടി ഡയറക്റ്റായിട്ട് ചെയ്താൽ മതി. പിന്നെ സൈൻ കിട്ടിക്കഴിഞ്ഞാൽ കൊസീക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ഫോളോ ചെയ്യാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇന്ന് കംപ്ലീറ്റ് ചെയ്യണേ.